നമസ്കാരം. ഇന്ത്യക്കെതിരായ ഏത് ഭീകരാക്രമണവും യുദ്ധമായി കണക്കാക്കാൻ മോദി സർക്കാരിന്റെ തീരുമാനം. യുദ്ധമായി കണക്കാക്കിയായിരിക്കും പ്രതികരണം. പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയത്. സൈനിക താവളങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ പാകിസ്ഥാൻ കഴിഞ്ഞ 3 രാത്രികളിൽ തുടർച്ചയായി പാക് സേന വ്യോമാക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് വൈകിട്ടുള്ള പ്രതിരോധ വിദേശകാര്യ വകുപ്പുകളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജ്യമാകെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒഡീഷയിലെ തീരമേഖലകളിൽ സുരക്ഷാ വിന്യാസം ശക്തമാക്കി. പെട്രോളിംഗ് കൂട്ടുകയും ഡ്രോൺ നിരീക്ഷണം തുടങ്ങുകയും ചെയ്തെന്ന് അഡീഷണൽ DGP അറിയിച്ചു. ബീഹാറിലെ നളന്ദയിലടക്കം പുറത്തുനിന്നും വരുന്നവരുടെ തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ശേഷം ഹോട്ടലുകളിൽ താമസ സൗകര്യം നൽകാവൂ എന്ന് നിർദ്ദേശമുണ്ട്. രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിലും കനത്ത ജാഗ്രത നൽകിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. രാജസ്ഥാനിലേക്കുള്ള പല ട്രെയിനുകളും റദ്ദാക്കിയെന്ന് പടിഞ്ഞാറൻ മേഖല റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാലാണ് നടപടി. പഞ്ചാബ് അതിർത്തി മേഖലകളിലേക്കുള്ള ട്രെയിനുകൾ ബ്ലാക്ക് ഔട്ട് പരിഗണിച്ച് നിർത്തിവെക്കും. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള ദീർഘദൂര ട്രെയിനുകളെയും സംഘർഷം ബാധിച്ചിട്ടുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കി. ഗുജറാത്തിലെ പാക് അതിർത്തിയോട് ചേർന്നുള്ള മുഴുവൻ സൈനിക കേന്ദ്രങ്ങൾക്കും അതീവ സുരക്ഷ ഏർപ്പെടുത്തി. ഇത്തരം കേന്ദ്രങ്ങൾക്ക് 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ വാഹനങ്ങളും നീക്കി. പൊതുജനങ്ങൾ അതുവഴി യാത്ര ചെയ്യരുതെന്ന പ്രത്യേക നിർദ്ദേശവും നൽകി. പഞ്ചാബിലെ മൊഹാലിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടരുത്, കൂട്ടത്തോടെ പുറത്തിറങ്ങരുത്. വലിയ കെട്ടിടങ്ങളിൽ കഴിയുന്നവർ ശ്രദ്ധിക്കണം. സൈറണുകൾ കേട്ടാൽ ജാഗരൂകരാകണം. രക്ഷാപ്രവർത്തകരും ജില്ലാ ഭരണകൂടവും നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണം. മാളുകൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണം. പരിഭ്രാന്തരാകരുത് എന്നീ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനിടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ ഭീകരരെ നുഴഞ്ഞുകയറ്റുന്ന ലോഞ്ച് പാഡുകൾ ഇന്ത്യ തകർക്കുന്ന ദൃശ്യങ്ങൾ കരസേന പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആക്കാക്കിയുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്ക് ചുട്ട മറുപടി നൽകുന്നതിനിടയിലാണ് ലോഞ്ച് പാഡുകൾ തകർത്തത്. ഇന്ത്യയിലേക്ക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിന് കളമൊരുക്കുന്ന പോസ്റ്റുകളാണ് ടെററിസ്റ്റ് ലോഞ്ച് പാഡ്. ഇത് പരിശീലന കേന്ദ്രത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഇന്ത്യയിലേക്ക് കടക്കും മുമ്പ് ഭീകരർ ഒത്തുചേരുന്ന അവസാന താവളമാണിത്. ആയുധങ്ങളും അവശ്യ വസ്തുക്കളും നൽകുന്നതിന് പുറമെ ആക്രമണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും ഈ താവളത്തിൽ വെച്ചാണ്. മെയ് 8-നും 9-നും രാത്രി ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും വിവിധ നഗരങ്ങളിൽ പാക് സേന നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന ഈ ടെററിസ്റ്റ് ലോഞ്ച് പാഡുകൾ ചാരമാക്കി. നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഈ ലോഞ്ച് പാഡുകൾ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനുള്ള ആസൂത്രണത്തിനും മറ്റുമായി ഉപയോഗിച്ചു വന്നതാണ്. ഈ താവളങ്ങൾ തകർത്തുകൊണ്ട് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേന വിശദീകരിച്ചു. അതേസമയം അതിർത്തിയിൽ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്നത് പാകിസ്ഥാൻ തുടരുകയാണെന്നും സിവിലിയൻ വിമാനങ്ങളെ മറയാക്കി യുദ്ധവിമാനവും ദീർഘദൂര മിസൈലുകളും ഉപയോഗിച്ചുവെന്നും വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നൽകിയെന്നും കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ഉന്നത സൈനിക ഉദ്യോഗസ്ഥയായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഉണ്ടായിരുന്നു. പല ആയുധങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായി പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടത്തിയെന്നും സോഫിയ ഖുറേഷി പറഞ്ഞു. ശ്രീനഗർ, ഉധംപൂർ, പഠാൻകോട്ട്, ആദംകോട്ട് അടക്കം സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. കൃത്യമായി അതിന് ഇന്ത്യ തിരിച്ചടി നൽകിയെന്നും കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനവാസ മേഖലകളിൽ തുടർച്ചയായി പാകിസ്ഥാൻ ആക്രമണം നടത്തി. പാക് സൈനിക താവളങ്ങൾക്ക് നേരെ ഇന്ത്യ തിരിച്ചടിച്ചു. ലാഹോറിൽ നിന്ന് പറന്നുയർന്ന സിവിലിയൻ വിമാനങ്ങളുടെ മറപിടിച്ചാണ് ഇത്തരം ആക്രമണം നടത്തിയതെന്നും ഖുറേഷി പറഞ്ഞു. S-400 സൂക്ഷിച്ച ഇടം, ബ്രഹ്മോസ് ഫെസിലിറ്റി എന്നിവ നശിപ്പിച്ചെന്ന വ്യാജ പ്രചാരണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇത് പൂർണ്ണമായും ഇന്ത്യ തള്ളിക്കളഞ്ഞു. പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യാസം കൂട്ടിയതായും കാണുന്നുണ്ട്. ടെറിട്ടോറിയൽ ആർമിയെ അടക്കം സജ്ജരാക്കി ഇന്ത്യ ജാഗ്രതയോടെ തുടരുമെന്നും സോഫിയ ഖുറേഷി പറഞ്ഞു.